അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇ എം അഷ്റഫാണ്. പ്രിയപ്പെട്ടവരെ, ആബിദ് എന്ന ഈ കൊച്ചു സഹോദരന് നെഞ്ചുവേദന വന്ന് രക്തം ഛർദ്ദിച്ച് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന രംഗമാണ് ഈ കാണുന്നത്. ലെൻസ് മാറ്റിവെക്കാൻ 60 ലക്ഷത്തിൻ്റെ മുകളിൽ നാം കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ 40 ലക്ഷം രൂപ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും 20 ലക്ഷത്തിൻ്റെ മുകളിൽ നാം കണ്ടെത്തേണ്ടതുണ്ട്. ഈ കൊച്ചു സഹോദരൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ളൊരു സഹായം ചെയ്തു കൊടുക്കണം. ഖുർആൻ മനഃപ്പാഠമാക്കാൻ പഠിക്കുന്ന സമയത്താണ് ഈ സഹോദരന് ഈ ഒരു അസുഖം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികളായ നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ളൊരു സഹായം ഈ സഹോദരന് ചെയ്തു കൊടുത്ത് ഈ സഹോദരൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഈ ഉമ്മയുടെ കണ്ണുനീര് ഒപ്പുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ മോനെ തീരെ വയ്യാതായി, ശ്വാസം കിട്ടാത്ത അവസ്ഥയിലുള്ള എൻ്റെ മോനെ എല്ലാവരും സഹായിക്കണേ. എൻ്റെ മോനെ രക്തം ഛർദ്ദിക്കുകയാണ്, എൻ്റെ മോനെ എല്ലാവരും സഹായിക്കണം. ശ്വാസം കിട്ടാതെ വല്ലാത്തൊരവസ്ഥയിലാണ്. എൻ്റെ മോനെ കൈവിടല്ലേ നിങ്ങൾ, എൻ്റെ മോനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കല്ലേ, എൻ്റെ മോനെ സഹായിക്കണേ. ആബിദ് എന്ന കൊച്ചു സഹോദരന് ശ്വാസതടസ്സം നേരിട്ട് രക്തം ഛർദ്ദിച്ച് സഹിക്കാൻ പറ്റാത്ത നെഞ്ചുവേദന വന്നതിനെ തുടർന്ന് വളരെ എമർജൻസിയായി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് പരമാവധി സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി തരണേ. പ്രിയപ്പെട്ടവർ, ഒരു കുടുംബവും ഇത്ര വലിയ സങ്കടം അനുഭവിച്ചിട്ടുണ്ടാവില്ല. സ്വന്തം മകന്റെ ശ്വാസതടസ്സവും അതോടൊപ്പം രക്തം ഛർദ്ദിച്ച് നെഞ്ചുവേദന എടുത്ത് പെടയുന്നത് കണ്ട് കണ്ണീരോടെ നോക്കി നിൽക്കേണ്ടി വന്ന മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും വേദന എത്ര മാത്രമാകും. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലേക്കും വളരെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് ഈ ജീവൻ രക്ഷിക്കാൻ കൈകോർക്കണേ. നിങ്ങളുടെ സഹായം ജിപേയും ഫോൺപേയും വഴി അയക്കാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ QR കോഡ് വഴിയോ നേരിട്ട് അക്കൗണ്ടിലേക്കോ വളരെ എമർജൻസിയായി സഹായം നൽകിക്കൊണ്ട് ഈ കൊച്ചനുജന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും കൈകോർക്കണം.